നമ്മുടെ വീട്ടിൽ കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് മുറുക്കുന്നവരുണ്ടെങ്കിൽ ചുണ്ണാമ്പും കാണുമല്ലോ. ഞാൻ മുറുക്കും കേട്ടോ. മുറുക്കി പല്ലെല്ലാം പോയി. താഴത്തെ പല്ലിനകത്തൊക്കെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പല്ലെല്ലാം എടുത്ത് ഇനി 5 ഉണ്ട്. താഴത്തെ പല്ല് മൊത്തം എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 5 ഉണ്ട്. ഇന്ന് പോയി 3 കൂടെ എടുക്കാനിരിക്കുക. പിന്നെ 2 കൂടെ ഉണ്ട് എടുക്കാനായിട്ടിരിക്കുക. മുറുക്കായിരുന്നു. ഇപ്പം പല്ലെടുത്തതിന് ശേഷം ഇത്തിരി ദിവസം കൊണ്ട് മുറുക്കാറില്ലായിരുന്നു. അച്ഛനും അമ്മയൊക്കെ മുറുക്കുമായിരുന്നു. അത് കണ്ട് ഇച്ചിരി എടുത്ത് ചവച്ചതാണ്. പിന്നെ കടയും കൂടെ ഉള്ളത് കൊണ്ട് ഓരോരുത്തർ മുറുക്കുന്നുണ്ട്. അങ്ങ് മുറുക്കി ഭയങ്കര മുറുക്കായി പോയായിരുന്നു കേട്ടോ. ഇപ്പം 10-15 ദിവസം കൊണ്ട് മുറുക്കാതിരിക്കുക പല്ലെടുത്തതിന്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുമ്പോൾ ഒരു നാക്ക് കുഴച്ചിലുമൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊരിക്കലും നമ്മുടെ കുപ്പിയിൽ പറ്റിപ്പോകരുത്, കുറയരുത്. അതിൻ്റെ പകുതി ആകുമ്പോഴേ നമ്മളിതും മേടിച്ച് നിറയ്ക്കണം. അത് നമ്മുടെ കുപ്പിയിൽ തീർന്നാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറത്തില്ല. സത്യമായ ഒരു കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഇതൊക്കെ പറയുമോ അതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊക്കെ. അല്ല, ഈ കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തീരാൻ പാടില്ല. പകുതി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മേടിച്ച് നിറച്ച് വെക്കണം. അതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന ഓരോ വിനകളാണ്. അത് നമ്മൾ പഴമക്കാർ പറയുന്ന സ്വല്പമൊക്കെ കേട്ട് നമ്മൾ ചെയ്ത ഒരു പരുവം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളും കൂടെ ഒന്ന് ചെയ്യണേ. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ചെയ്താൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറക്കല്ലേ. ബായ്.